സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവദിഭ്യാ നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നാരായണീയ വിചാരത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി എല്ലാ കൽപ്പത്തിലും കഴിഞ്ഞ കൽപ്പത്തിൽ ചെയ്ത അതേപോലെ ചിട്ടപ്പടി ഒരു മാറ്റവും ഇല്ലാതെ ആവർത്തിക്കപ്പെടുന്നു എന്നാണ്. കൃതം ത്രേതാദ്വാപരങ്കലി കൃതം ത്രേതാദ്വാപരങ്കലി കൃതം ഇങ്ങനെ 1000 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ഒരു പകലും അതേപോലെ 1000 ആവുമ്പോൾ ഒരു രാത്രിയും 1000 4 യുഗം ഇൻറ്റു 1000 അതാണ് പകൽ, ഇൻറ്റു 1000 അതാണ് രാത്രി. അപ്പോൾ ഇൻറ്റു 2000 ഒരു ദിവസം. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു പ്രളയം ഉണ്ടാവും. അടുത്ത തുടങ്ങണതിൻ്റെ മുമ്പേ ഒരു പ്രളയം, ഇത് അവസാനിക്കും. രണ്ടും കൂടി ഒരു പ്രളയമായിട്ടാണല്ലോ വരിക. ഇത് കഴിയുമ്പോൾ മറ്റേതിൻ്റെ തുടക്കം ഒന്ന് തന്നെയല്ലേ. അപ്പോൾ അതിനാണ് നൈമിത്തിക പ്രളയമാകുരദോസ്യ രാത്രിയും. അദ്ദേഹത്തിൻ്റെ രാത്രിയെ ആണ് നൈമിത്തിക പ്രളയം, ബ്രഹ്മാവിൻ്റെ ഉറക്കം നിമിത്തം ഉണ്ടാകുന്നത്. ഈ ബാക്കി 3 പ്രളയമുണ്ട്. അത് ബ്രഹ്മകൽപ്പം, നിത്യപ്രളയം, ആത്യന്തിക പ്രളയം, പ്രാകൃതിക പ്രളയം നോക്കണത് സന്ദർഭത്തിൽ പറയാം. 4 തരത്തിലാണ് കേട്ടോ പ്രളയം. നൈമിത്തിക പ്രളയത്തിനാണ് ഇവിടെ പറയുന്നത്. നൈമിത്തിക പ്രളയമാകുരദോസ്യ രാത്രിയും, ബ്രഹ്മാവിൻ്റെ രാത്രിയെയാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. അല്ലാത്ത പ്രളയങ്ങൾ ഏതൊക്കെയാണ് അത് വിസ്തരിച്ചിട്ട് വേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. പേരിപ്പോൾ പറയാം. ഒന്ന് നിത്യപ്രളയം, പിന്നെ ഒന്ന് പ്രാകൃതിക പ്രളയം, ആത്യന്തിക പ്രളയം. ഇവിടെ നൈമിത്യം കൂട്ടി 4 പ്രളയം. ഇവിടെ നൈമിത്തിക പ്രളയത്തിനെയാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഇനി അടുത്ത ശ്ലോകം. അസ്മാദിശം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിങ്കരോത്യനുദിനം സഭവത് പ്രസാദാൻ പ്രാഗ്ബ്രഹ്മകൽപ്പജ ജനുഷാം ശപരാവിഷാംതു സുപ്തപ്രബോധന സമാപ്തി തഥാപി സൃഷ്ടി. ആ ബ്രഹ്മാവ് ഇപ്രകാരം സൃഷ്ടിക്കുമ്പോൾ എല്ലാ ദിവസങ്ങളിലും നമ്മൾ പ്രഭാതകൃത്യം ചെയ്ത് ആരംഭിക്കുന്നത് പോലെ കുളിക്കുക, ഇത് ദിനകര്യങ്ങൾ ദേഹധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ ലോകസൃഷ്ടി കർമ്മവും അനുഷ്ഠിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഒക്കേറ്റിനും അടിസ്ഥാനം എന്താണ്? ഭവത് പ്രസാദാത്. എല്ലാതും അങ്ങയുടെ സങ്കല്പം കൊണ്ടും അനുഗ്രഹം കൊണ്ടുമാണ് നടക്കുന്നത്. ഭഗവത് പ്രസാദമോ ഭഗവത് സങ്കല്പമോ ഭഗവത് അനുഗ്രഹമോ അനുജ്ഞയോ ഇല്ലാതെ ബ്രഹ്മാവല്ല ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭവത് പ്രസാദാത്, അവിടുത്തെ പ്രസാദം കൊണ്ട്, അവിടുത്തെ സങ്കല്പം കൊണ്ട്, അവിടുത്തെ ആ ഒരു വിചാരം ആയിക്കോട്ടെ എന്ന സങ്കല്പം കൊണ്ട് അസ്മാദൃശാം, നമ്മളെ പോലെ, അസ്മത് നമ്മൾ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂരലാണ് അസ്മത്. ദൃശാം അവിടെ സദൃശാം എന്നുള്ളതാണ്. ദൃശാം കണ്ണ് നട്ടില്ല. അസ്മാദ് ദൃശാം നമ്മളെ പോലെ, ഉപമ. പുനര് അഹർ മുഖ കൃത്യതുല്യം. അഹർ എന്ന് പറഞ്ഞാൽ പകൽ, സപ്താഹം എന്ന് പറഞ്ഞാൽ 7 പകൽ, രാത്രിയില്ല, 7 പകൽ. അഹർ മുഖകൃത്യതുല്യം, നമ്മളുടെ കൃത്യങ്ങൾ, ദിനകൃത്യങ്ങൾ അതിന് തുല്യമായി കൊണ്ട്. പുനഃ അഹർ മുഖകൃത്യതുല്യം, ഓരോ ദിവസവും ചെയ്യുന്ന കർമ്മങ്ങളെ പോലെ. അഹർ എന്ന് പറഞ്ഞാൽ പകൽ, പകലാണല്ലോ നമ്മൾ പ്രവൃത്തി എടുക്കുക, രാത്രി ഉറങ്ങുക ചെയ്യുക, പ്രവൃത്തി എടുക്കില്ല. അപ്പോൾ അഹർമുഖ കൃത്യതുല്യം, പ്രഭാതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ പകൽ ചെയ്യുന്ന കർമ്മങ്ങളെ പോലെ ലോക സൃഷ്ടികർമ്മം അനുഷ്ഠിക്കുന്നു. പ്രാഗ് ബ്രാഹ്മകൽപ്പജനിഷാഞ്ച പരായുഷാന്തു, മുമ്പത്തെ ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ച നൈമിത്തിക പ്രളയത്തിൽ ലയിച്ച ചിരഞ്ജീവികൾക്ക് ആരംഭത്തിൽ ഉറങ്ങി ഉണരുന്നതിനോട് തുല്യമായ സൃഷ്ടിക്രിയാവിശേഷങ്ങൾ ചെയ്യുന്നു എന്നാണ്. ചിരഞ്ജീവികൾ ഈ പ്രളയം വരുമ്പോൾ നശിക്കണമെന്നില്ല. മാർക്കണ്ഡേയൻ ഒരു ചിരഞ്ജീവിയാണ്, ഹനുമാൻ ഒരു ചിരഞ്ജീവിയാണ്. ചിരഞ്ജീവികൾക്ക് മരണമില്ല. അപ്പം കൽപ്പാദികൾ ഓരോ പ്രാവശ്യം സൃഷ്ടി വരുമ്പോഴും ശരിക്കും പറയാച്ചാൽ ഇവരെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അവർ നശിച്ചാലല്ലേ സൃഷ്ടിക്കേണ്ടു.
നശിക്കണില്ല. അപ്പോൾ ഈ ചിരഞ്ജീവികളെ സൃഷ്ടിക്കാതെ തന്നെ ഉണ്ടാവണു എന്നർത്ഥം. അവരവിടെ ഉണ്ട് ആൾറെഡി. മരിച്ചു പോയവരെയാണ് ശരിക്കും സൃഷ്ടിക്കണത്. ഇവർക്ക് പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവും. ഓർമ്മ ഉള്ളത് കൊണ്ട് ഇവരുടെ സൃഷ്ടി സുപ്തപ്രബോധനം എന്ന് പറഞ്ഞു. ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന പോലെ അവർക്ക് ഒന്ന് ഉറങ്ങി ഉണരണ പോലെയുള്ളൂ. ഉറങ്ങി ഉണർന്ന് നമ്മളാരും മരിക്കണില്ല, നശിക്കണില്ല. ഒരു അവസ്ഥ മാത്രമാണ് ഉറക്കം. ഉറക്കം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയില്ലേ, അത് കഴിഞ്ഞാലോ ഉറക്കമില്ലാത്തതിലേക്ക് തന്നെ വരുന്നു. ഇതുപോലെയാണ് ചിരഞ്ജീവികളുടെ അവസ്ഥ. മരിക്കണമൊന്നുമില്ല. പക്ഷേ പ്രളയം വരുമ്പോൾ താൽക്കാലികമായിട്ട് അവർക്ക് ഒരു വിശ്രമാവസ്ഥ ഉണ്ടാവും, ഉറങ്ങിയ പോലെ. ഉറങ്ങാൻ കഴിഞ്ഞാലോ വീണ്ടും തുടങ്ങി ആക്ടിവിറ്റി, വീണ്ടും തുടങ്ങി. ഇങ്ങനെയാണ് ചിരഞ്ജീവികളുടെ ഒരു അവസ്ഥ. സുപ്തപ്രബോധന സമാസൃഷ്ടി അസ്തി. ഉറങ്ങി ഉണരുന്നത് പോലെയാണ് ഇവരുടെയൊക്കെ സൃഷ്ടികൾ എന്ന് പറഞ്ഞു. ഇവിടെ അധികം ചിരഞ്ജീവികളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഉറങ്ങി ഉണരുന്നത് പോലെ എന്ന് പറഞ്ഞത്. പ്രാഗ് എന്ന് പറഞ്ഞാൽ മുമ്പേ, പ്രാഗ് മുമ്പേ. ബ്രാഹ്മകൽപ്പജനിഷാഞ്ച പരാവിഷാന്തു. ബ്രാഹ്മകൽപ്പത്തിന് മുമ്പിൽ ജനിച്ച, നൈമിത്തിക പ്രളയത്തിൽ ജനിച്ച ചിരഞ്ജീവികൾക്കും കൽപ്പാരംഭത്തിൽ ഉണരുന്നത് പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു. പുനർജന്മം എന്ന് അതിന് പറഞ്ഞുകൂടാ, കാരണം അവർ മരിക്കുന്നില്ല. മരിച്ചാലല്ലേ പുനർജന്മം ഉണ്ടാവുള്ളൂ. പക്ഷെ ഉറങ്ങി ഉണർന്ന അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. കൽപ്പം വരുമ്പോൾ അവരൊക്കെ ഒന്ന് താൽക്കാലികമായിട്ട് ഉറങ്ങണു. അതേപോലെ അതേ സ്വഭാവത്തോടുകൂടി അതേ ശരീരത്തോടു കൂടി വീണ്ടും ജനിക്കുന്നു. ഇത് ചിരഞ്ജീവികളുടെ കഥയാണ്. ബ്രാഹ്മകൽപ്പജനിഷാം ച പരായുഷാം തു സുപ്തപ്രബോധന. എന്താ സുപ്തം? ഉറങ്ങുക. പ്രബോധനം ഉണരുക. ഉറങ്ങി ഉണർന്ന പോലെ നടത്തും. സുപ്ത ഉറങ്ങുക, പ്രബോധനം ഉണരുക. ഉറങ്ങി ഉണർന്ന എന്ന അവസ്ഥ. അസ്ഥി, അവിടെ മാസ്തി എന്ന് പറഞ്ഞാൽ അസ്ഥിയാണ്. പ്രബോധന സമാഹ അസ്ഥി തഥാപി സൃഷ്ടി. അങ്ങനെയുള്ള സൃഷ്ടി ഉണ്ടാകുന്നു. അസ്ഥിന് ഉണ്ടാകുന്നു. അസ്ഥിയല്ല, അത് എന്ന് പറഞ്ഞ രഥം എന്നുള്ള അസ്ഥിയാണ്. അസ്ഥി, ഇത് അസ്ഥി ഈ താ കൂട്ടിയ ഉണ്ട് എന്നർത്ഥമാണ്. അസ്ഥി സംസ്കൃതത്തിൽ അസ്ഥി ഉണ്ട്. ആ സൃഷ്ടി ഉണ്ടാകുന്നു. ഇനി അടുത്ത് പഞ്ചാശതബ്ദമധുനാ സ്വയോർധരൂപമേകം പരാർത്ഥമതിവൃത്തകി വർത്തതേ സോം തത്രന്തരാത്യജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേ ച ഭവദ്വിലാസാൻ. അധുനാ അസൗ. ഇപ്പോൾ ഈ ബ്രഹ്മാവ്, അസൗ പ്രോനൗൺ അദ്ദേഹം, അവൻ. ഹി ഹി സമാനമാണ് അസൗ. അധുനാ നൗ ഇപ്പോൾ ഈ ബ്രഹ്മാവ് സ്വവയോർധരൂപം, തൻ്റെ ആയുസ്സിൻ്റെ പകുതി, 100 കൊല്ലമാണെങ്കിൽ പകുതി എത്ര? 50 കൊല്ലം. ആയുസ്സിൻ്റെ പകുതിയായ 50 കൊല്ലം, 50 വർഷം, അതിനാണൊരു പരാർത്ഥം എന്ന് പറയുക. കടന്നു പോയിരിക്കുന്നു. ഓരോ ദിവസവും ഇങ്ങനെ സൃഷ്ടികർമ്മം ചെയ്യുക. 365 ഈ കണക്ക് പ്രകാരം ഒരു വർഷമാവുക. അനവധി വർഷങ്ങൾ ഈ കണക്ക് പ്രകാരമാവുക. ഇത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. കൃതം ത്രേതാദാപരങ്കലി കൃതം ത്രേതാദാപരങ്കലി കൃതം ത്രേതാദാപരങ്കലി ഇൻറ്റു 1000 പ്ലസ് അനദർ ഇൻറ്റു 1000 ഒരു ദിവസം ഇൻറ്റു 365 ഒരു വർഷം. ഇങ്ങനെ പോവുകയാണ്. ഒരു വർഷം കഴിഞ്ഞാലും അടുത്ത വർഷം, ആ വർഷം കഴിഞ്ഞാലും പിന്നെ അതിൻ്റെ അടുത്ത വർഷം, ഇങ്ങനെ. ഇവിടെ പറയണം 50 വർഷം. ഇപ്പോഴത്തെ ബ്രഹ്മാവ് മാറി മാറി വരുന്നതാണല്ലോ പറഞ്ഞത്. ഇപ്പോഴത്തെ ബ്രഹ്മാവ് എത്ര വയസ്സായി? ഇവിടെ പറയണം 50 വയസ്സായിരിക്കുന്നുണ്ട് അത്ര ഇപ്പോഴത്തെ ബ്രഹ്മാവിന്. 50 വയസ്സ് കഴിഞ്ഞു. ഷഷ്ടിപൂർത്തിയാവണമെങ്കിൽ ഇനി 10 കൊല്ലം കഴിയണം. പറയുകയാണ് കൃതം ത്രേതാ ദ്വാപരം കലി 1000 ഇൻറ്റു 2 2000, അങ്ങനെ 365 ഒരു വർഷം. അങ്ങനെ 50 വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ ബ്രഹ്മാവിന്. സ്വവയോ അർദ്ധരൂപം, തൻ്റെ വയസ്സിൻ്റെ പകുതി എത്രയാ? 100 എന്ന് കണക്ക് വയ്ക്കുമ്പോൾ 50. സ്വവയോ തൻ്റെ വയസ്സ് അർദ്ധരൂപം.
50 വയസ്സ്. പഞ്ചാശതബ്ദ ഏകപരാർത്ഥം അതിവൃത്യ വർത്തദേഹി ഭൂമൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പഞ്ചാശതബ്ദമധുന എന്ന് പറഞ്ഞാൽ 50. പഞ്ചാശ സർഗ പഞ്ചാശാധ്യായ എന്ന് പറഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. സ്വവയോർത്ത രൂപത്തിനെ വിവരിച്ചു. പകുതി വയസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചാശതബ്ദം എന്നാണ്. പഞ്ചാശതബ്ദമധുന സ്വവയോർത്ത രൂപം. തൻ്റെ ആയുസ്സിൻ്റെ പകുതിയായ 50 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അതിവൃത്യവർത്തദേഹി അത് കടന്ന് അതിവർത്തിച്ച് നിൽക്കുകയാണ്. അല്ലയോ സർവേശ്വര, ആ രാത്രി മുതൽക്കുള്ള കാര്യം ഞാനിവിടെ പറയാം. ഏതെങ്കിലും ഒരു രാത്രി അല്ലെങ്കിൽ ജനിച്ചു പകല് എന്നുള്ള കഥ പറയുകയാണ്. എല്ലാ ദിവസവും രാത്രി ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ എല്ലാത്തും പറഞ്ഞ പോലെ ആയി നർത്ഥം. വേറെ വേറെ പറയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവുന്ന കാര്യം ഒരു ദിവസത്തെ കാര്യം പറയാം. അതന്നെയാണ് എല്ലാ ദിവസവും, വേറെ വേറെ ഇല്ല. ഒരു ദിവസത്തെ നമുക്കൊന്ന് നോക്കുക എന്തൊക്കെയാണ് ബ്രഹ്മാവ് ചെയ്യുന്നത് എന്ന് ചുരുക്കം. രാത്രി മുതൽക്ക് തുടങ്ങാം. രാത്രി മുതൽക്ക് തുടങ്ങണം? അങ്ങനെയാണ് തുടക്കം ശരിക്കും രാത്രിയാണെന്നാണ്. നമ്മൾ ഉറങ്ങുകൊണ്ടാണല്ലോ ഉണരുന്നത്. ഉണരില്ല, ഉറങ്ങുകൊണ്ടാണ് ഉണരുന്നത്. ശരിക്കും ഒരു ദിവസത്തെ ദിനചര്യ നമ്മൾ എവിടുന്നാണ് തുടങ്ങുക? രാവിലെ അല്ല. എണീക്കേണ്ട സമയം കൃത്യമായിട്ട് പാലിക്കണമെങ്കിൽ കിടക്കേണ്ട സമയം കൃത്യമാവണ്ടേ? രാത്രി 1 മണിക്ക് കിടന്നാൽ 4 മണിക്ക് എണീക്കാൻ പറ്റുമോ? അധികം ആൾക്കാർക്കും പറ്റില്ല. എണീക്കണവരുണ്ടാവാം, അത് വാദത്തിന്. അവിടെ നമ്മൾ പറയാറുണ്ട്, നാളെ നേരത്തെ എണീക്കണം കേട്ടോ, നേരത്തെ കിടന്നോളൂ, 4 മണിക്ക് എണീക്കണം, എല്ലാവരും ഒരു 9:30 കിടന്നോളൂ. സാധാരണ 10-11. അപ്പോൾ എവിടുന്നാണ് ശരിക്കും തുടങ്ങണം? രാത്രിയിൽ നിന്ന് തുടങ്ങണം. അങ്ങനെ വേണം കരുതാൻ. നമ്മൾ എണീക്കേണ്ടതിനനുസരിച്ചിട്ട് കിടക്കണം എപ്പോഴും. അതാണ് ഇവിടെ തത്രാന്ത്യ രാത്രി ജനിതാൻ, രാത്രി ജനിക്കുന്ന ഭവത് വിലാസാൻ, അങ്ങയുടെ ലീലാവിലാസങ്ങൾ സൃഷ്ടികർമ്മത്തെ ഞാൻ ഇവിടെ പറയാം. രാത്രി മുതൽ കൊണ്ട് ബ്രഹ്മാവ് എന്തൊക്കെയാണ് ചെയ്യുക എന്ന് 51-ാമത്തെ വയസ്സിൽ, അത് തന്നെയാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. 51-ാമത്തെ വയസ്സിലത്തെ കാര്യം ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു. പഞ്ചാശതമേക പരാർത്ഥം അതിവൃത്യ, 50 വയസ്സ് അതിക്രമിച്ചു. ഇവിടെയാണ് നിലനിൽക്കുകയാണ് ബ്രഹ്മാവ്. 100 കൊല്ലം കഴിയണം. ബ്രഹ്മാവ് ഇല്ലാണ്ടാവണച്ചാൽ 100 കൊല്ലം കഴിയണം. അത്ര അന്ത്യരാത്രി ജനിതാൻ, രാത്രി ഉണ്ടായ, ജനിത എന്ന് പറഞ്ഞാൽ ഉണ്ടായ, ആണ് ജനിക്കുക, ഉണ്ടാവുക. ഭവത് വിലാസാൻ, അങ്ങയുടെ സൃഷ്ടി വ്യാപാരത്തെ. എന്താ അങ്ങയുടെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവല്ലേ ഉണ്ടാക്കണം? ബ്രഹ്മാവ് ചട്ടുകം മാത്രമാണ്. സത്യത്തിൽ ഇതൊക്കെ ചലിപ്പിക്കുന്നത് ആരാ? ഭഗവാനാണ്. ബ്രഹ്മാവ് ചട്ടുകം, നമ്മൾ ചട്ടുകം, ശിവൻ ചട്ടുകം, ഇന്ദ്രൻ ചട്ടുകം, ലോകത്തിലും പഞ്ചഭൂതങ്ങൾ എല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ആരാ? ഭഗവാനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭവത് വിലാസാൻ എന്ന് പറഞ്ഞത്. സത്യത്തിൽ ഇതൊക്കെ ചെയ്യിക്കുന്നത് ആരാ അറിയോ? ഭഗവാനാണ്. ബ്രഹ്മാവ് അതിനൊരു നിമിത്തം. അതുകൊണ്ട് ഭവത് വിലാസാൻ, സൃഷ്ടി എന്ന് പറയുമ്പോൾ ബ്രഹ്മാവാണ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രചോദനം കൊടുത്തുകൊണ്ട് നിൽക്കുന്നത് സർവേശ്വര അവിടുന്ന്. അതുകൊണ്ട് അങ്ങയുടെ ബ്രഹ്മാവിൻ്റെ 51-ാമത്തെ വയസ്സിൽ ഉണ്ടായ രാത്രി മുതൽക്കുണ്ടായ കാര്യങ്ങൾ, ഭവത് വിലാസാൻ, അങ്ങയുടെ വിലാസങ്ങൾ, സൃഷ്ടി വ്യാപാരങ്ങൾ ഞാൻ ഇവിടെ പറയാം. പശ്ചാത്ദിനാവതരണേച്ച ഭവത് വിലാസാൻ, പത്മകൽപ്പ ആരംഭത്തിലുള്ള നിന്തിരുവടി ലീലകളെയും ഞാൻ വർണ്ണിക്കുന്നു. രാത്രി മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അടുത്ത ദിവസത്തെ പകലും അത്രേ വേണ്ടൂ. പിന്നെ ബാക്കി എല്ലാ രാത്രിയും പകലും അത് തന്നെയാണ്. അതുകൊണ്ട് രാത്രി ഉണ്ടായ കാര്യവും പ്ലസ് അടുത്ത ദിവസം പകലുണ്ടായ കാര്യവും കഴിഞ്ഞു ഞാനിവിടെ വർണ്ണിക്കാം. ഈ വർണ്ണിക്കുന്നത് പുസ്തകത്തിലുള്ളത് ബാക്കിയൊക്കെ അത്ര ഒറ്റ ദിവസത്തെ ദിനചര്യയെ. ബ്രഹ്മാവിൻ്റെ ഒരൊറ്റ ദിവസത്തെ ദിനചര്യ വർഷക്കണക്കിനുണ്ടാവേ. അപ്പോൾ അത്രയും സംഭവങ്ങളുണ്ടാവില്ലേ? ഒരു ദിവസത്തെ കാര്യമാണ് അപ്പോൾ ഈ പുസ്തകത്തിൽ മുഴുവൻ പറയണതെന്നാണ്. ആലോചിച്ച് നോക്കിയാലേ ബ്രഹ്മാവിൻ്റെ ദിവസം നമ്മുടെ ദിവസമല്ല, നമ്മുടെ ഒരുപാട് ദിവസങ്ങൾ വരും. പശ്ചാദിനാവതരണേച്ച ഭവത് വിലാസാൻ, ബ്രഹ്മാവിൻ്റെ രാത്രി മുതൽക്ക് കൊണ്ട് അടുത്ത ദിവസത്തെ പകലുമുള്ള കാര്യങ്ങളെ ഞാൻ ഭവത് വിലാസാൻ, അങ്ങയുടെ ലീലാവിലാസങ്ങൾ, സൃഷ്ടികളാകുന്ന ലീലാവിലാസത്തെ ഞാൻ പറയാം.
അസ്മാദിശാൻ പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിങ്കരോത്തന ദിനം സഭവത് പ്രസാദാൻ. അങ്ങയുടെ പ്രസാദം കൊണ്ട് ബ്രഹ്മാവ് നമ്മൾ ദിവസവും ചെയ്യുന്നത് പോലെ സൃഷ്ടികർമ്മം ചെയ്യുന്നു. പ്രാബ്രാഹ്മകൽപ്പജനുഷാഞ്ച പരായുഷാംതു സുത്തപ്രബോധന സമാപ്തി തഥാപി സൃഷ്ടി. മരിക്കാത്ത ചിരഞ്ജീവികളാവട്ടെ ഉറങ്ങി ഉണർന്ന പോലെ അടുത്ത കൽപ്പത്തിൽ അനുഭവപ്പെടുന്നു, മരിക്കുന്നില്ല. ഇനി രാത്രിയിലെ കഥ. പഞ്ചാശതമദനാസവയോർദ്ധരൂപം 50 വയസ്സാകുന്ന പകുതി കാലം. ഏകം പരാർത്ഥമതി വൃത്തകി വർത്തതേസോ. 50 വയസ്സ് കഴിഞ്ഞിട്ട് ഇതാ ബ്രഹ്മാവ് വർത്തതേസോ, അദ്ദേഹം വർത്തിക്കുന്നു. ആ രാത്രിയിലത്തെ കാര്യം. തത്രാന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ. പിന്നെ പിറ്റേ ദിവസം പശ്ചാദിന അവതരണേച ഭവത് വിലാസാൻ. രാത്രി എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.